2020 കുറിച്ച് സംസാരിക്കാൻ അമ്മ സെക്രട്ടറി ഇടവേള ബാബു കൊച്ചി സ്റ്റുഡിയോയിലുണ്ട്. അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ നിർമ്മാതാവും ചിത്രത്തിലെ ഒരു പ്രധാന താരങ്ങളിൽ ഒരാളുമായ ദിലീപും ടെലിഫോൺ ലൈനിൽ എത്തിയിരിക്കുന്നു. ആദ്യം ശ്രീ ദിലീപ്, ഇത്രയും താരങ്ങൾ അണിനിരക്കുന്ന ഒരു ചിത്രത്തിന്റെ പ്രൊഡ്യൂസറുടെ റോളാണ് താങ്കൾക്ക്. എത്രത്തോളം ടെൻഷനുണ്ട് നാളെ ചിത്രം തിയേറ്ററുകളിലെത്തുമ്പോൾ? തീർച്ചയായിട്ടും ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് സിനിമയുടെ ഷൂട്ടിംഗ് സമയത്താണ് കൂടുതലുണ്ടായത്. കാരണം എന്റെ സീനിയറായിട്ടുള്ള എല്ലാ ആക്ടേഴ്സും എന്റെ സഹപ്രവർത്തകരെല്ലാവരും കൂടി ചേർന്ന് എന്നെ ഒരു ജോലി ഏൽപ്പിച്ചു. അവർക്ക് എന്നിലുള്ള വിശ്വാസം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണേലും ഭയങ്കര വലിയൊരു കൂട്ടായ്മയോടുകൂടി ഒരു വലിയൊരു ചിത്രമാണ് നാളെ ഇറങ്ങാൻ പോകുന്നത്. അത് വലിയൊരു സന്തോഷമാണ്. കാരണം ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംഘടന സപ്പോർട്ടോട് ഒരു സിനിമ ഉണ്ടാകുന്നത്. ഇത്രയും എല്ലാ ഹീറോസും കൂടി ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമ. അതുണ്ടാവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഇത് അങ്ങനെ ഒരു സിനിമയുടെ നിർമ്മാണ ചുമതല ഏൽക്കാൻ സാധിച്ചാലും അവര് എല്ലാവരോടും എനിക്ക് ആത്മാർത്ഥമായിട്ടുള്ള നന്ദിയും കടപ്പാടും എല്ലാം അതെന്താ പറയുന്നത് എനിക്കറിയില്ല. ഇത്രയും സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ സിനിമ എല്ലാവർക്കും രസിക്കാനുള്ള ഒരു സിനിമ തന്നെയാണ്. കാരണം മലയാളി പ്രേക്ഷകർക്ക് അപ്പൊ ഇങ്ങനെ എല്ലാവരും ഒന്നിക്കുന്നു എന്ന് പറയുമ്പോൾ മലയാളി പ്രേക്ഷകർ തീർച്ചയായിട്ടും ഇതൊരു പൂരം കാണാനുള്ള ഒരു ആവേശത്തിലേക്കും വരുന്നത് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉള്ള ഒരു സിനിമ തന്നെയായിരിക്കും 2020. 2020 എല്ലാ താരങ്ങൾക്കും കൃത്യമായ പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്ന് അണിയറക്കാർ പറയുന്നു. പക്ഷേ എങ്കിലും കൂടെ പോസ്റ്റർ പ്രശ്നത്തിന്റെ പേരിൽ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ഇതിനോട് പ്രതിഷേധിച്ചിരിക്കുകയാണ്. ശരിക്കും ഇത്തരത്തിൽ എല്ലാ താരങ്ങൾക്കും കൃത്യമായ ഒരു പ്രാധാന്യം നൽകുമ്പോൾ കഥയ്ക്ക് പ്രാധാന്യം കുറഞ്ഞു വരുമോ? താരങ്ങളുടെ ഒരു ഷോ മാത്രമായി 2020 മാറുമോ? തീർച്ചയായിട്ടും താരങ്ങളുടെ ഒരു ഷോയായി മാറില്ല. കഥയ്ക്ക് പ്രാധാന്യമുള്ള ഒരു ചിത്രം തന്നെയാണ്. ഞങ്ങള് ഈ സിനിമയിൽ വളരെ ബൂസ്റ്റ് പ്രൊജക്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഒന്നും മമ്മൂക്കയുടെയും ലാലേട്ടന്റെയും സുരേഷേട്ടനും വെച്ചത് തന്നെയാണ് ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സിനിമയില് ഇവരിൽ മൂന്നുപേരെ ആരും മോശമായിട്ട്, ഇവരിൽ മൂന്നുപേരെന്നല്ല ഈ സിനിമയിൽ അഭിനയിച്ച ആരും മോശമായിട്ടുള്ള ഈ സിനിമ കാണുമ്പോൾ അറിയാം ഓരോ കഥാപാത്രങ്ങളും കറക്റ്റ് ആപ്റ്റായിട്ടുള്ള കാസ്റ്റിംഗ് തന്നെയാണ് നടന്നിട്ടുള്ളത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങനെ മാറി നിൽക്കുക അല്ലെങ്കിൽ ഒരു ബഹളമുണ്ടാക്കേണ്ട ഒരു കാര്യമില്ല ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മലയാളികളുടെ ആഘോഷിക്കുന്ന, കാരണം നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു സംഭവമാണ് ഈ ചിത്രം. കാരണം ഒരു നടക്കാത്തൊരു സംഭവമാണ്. അപ്പൊ അതിനെ മാറി നിൽക്കാതെ ഇതിന്റെ ഈ ആഘോഷത്തിൽ പങ്കാളികളാവുകയാണ് വേണ്ടത്. അങ്ങനെ മാറി നിൽക്കുമ്പോൾ അവരുടെ ആര് മാറുന്നു, അത് അവരുടെ ആ താരത്തിനോട് ചെയ്യുന്ന ഒരു എന്താ പറയണത്, ആ താരത്തിനും വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരു സെക്ഷൻ മാത്രം മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വിഷമം ഉണ്ടാവുന്ന ഒരു കാര്യമല്ലേ. ഞാൻ പറയുന്നത് ഈ സിനിമയില് ഒരു ഫാൻസുകാരെ നിരാശപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഇതല്ല. ലാലേട്ടനെ ഒട്ടും മോശമായിട്ടുള്ള അത് ഈ സിനിമ കാണുമ്പോൾ അറിയാം, എല്ലാവർക്കും മനസ്സിലാവും. എനിക്ക് പറയാനുള്ളത് ഇതൊരു ആഘോഷമാക്കി മാറ്റുകയാണ്. ഫാൻസുകാരെല്ലാവരും ഒന്നിച്ചു നിന്ന് ഇതിനെ ഒരു വലിയ സംഭവമാക്കി മാറ്റുകയാണ് വേണ്ടത് എന്നാണ് ഞാൻ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ശ്രീ ദിലീപ്, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, താങ്കളുടെ കാർത്തിക് വർമ്മ എന്ന കഥാപാത്രത്തെ കുറിച്ച് പ്രേക്ഷകരോട് 2 വാക്ക്. തീർച്ചയായിട്ടും അതില് എന്റെ ക്യാരക്ടർ ഒരു മെഡിക്കൽ കോളേജ് സ്റ്റുഡന്റ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വഷളൻ, കുസൃതിക്കാരൻ, അങ്ങനെയൊക്കെ പറയുന്ന ഒരു സ്വഭാവമുള്ള ഒരു ക്യാരക്ടർ. എപ്പോഴും അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരുത്തൻ. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ പറയുന്നുള്ളൂ. കാരണം ഇത് നാളെ കാണാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഇപ്പൊ പറയുന്നുള്ളൂ. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ ദിലീപ്. ചിത്രത്തെക്കുറിച്ച് സംസാരിച്ചതിന് എല്ലാവിധ വിജയാശംസകളും പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് താങ്കൾക്ക് നൽകുകയാണ്. ഞങ്ങളോട് പ്രതികരിച്ചതിന് വളരെയധികം നന്ദി. ഇപ്പോൾ അമ്മ സെക്രട്ടറി ഇടവേള ബാബു കൊച്ചി സ്റ്റുഡിയോയിലെത്തിയിരിക്കുന്നു. ശ്രീ ഇടവേള ബാബു, മലയാള സിനിമയിൽ ചരിത്രമായേക്കാവുന്ന ഒരു ചിത്രം പ്രേക്ഷകർ എല്ലാവരും 2020ക്കായി കാത്തിരിക്കുകയാണ്. എത്രത്തോളം പ്രതീക്ഷയുണ്ട് അമ്മയ്ക്ക് 2020? നമ്മളൊരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവാണ്. അപ്പോ അതേക്കുറിച്ച് ഒരു ശുഭപ്രതീക്ഷകൾ മാത്രമേ നമുക്കുള്ളൂ. കാരണം 4.5 വർഷം മുമ്പാണ് ഇങ്ങനൊരു സിനിമ ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട് നമ്മൾ തീരുമാനിക്കുന്നത്. കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഈ സിനിമയുടെ പുറകെയാണ്. കഴിഞ്ഞ 10 മാസങ്ങൾക്ക് മുൻപാണ് ഇതിന്റെ ചിത്രീകരണം തുടങ്ങിയത്. 2008 തന്നെ ഈ പടം തിയേറ്ററുകളിൽ എത്തിക്കണം എന്നുള്ളൊരു വലിയ ദൃഢനിശ്ചയമുണ്ടായിരുന്നു. അതിന് നമ്മുടെ അംഗങ്ങൾ എല്ലാവരും സഹകരിച്ചു. ഇതിൽ ഏറ്റവും വലിയ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഈ ചിത്രത്തിന്റെ ചിത്രീകരണത്തിനായിട്ട് മലയാള സിനിമയിൽ ഒരു ചിത്രത്തിന് പോലും ഒരു ദിവസം പോലും മുടക്കേണ്ടി വന്നിട്ടില്ല.
അങ്ങനെ അത്രയും അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പ്രൊഡ്യൂസറെയോ ഒരു സംവിധായകനെയോ വേദനിപ്പിക്കാത്ത തരത്തിൽ അവരുടെ പ്രോജക്റ്റുകൾക്ക് തടസ്സം വരാത്ത രീതിയിലാണ് ഈ ചിത്രം ചിത്രീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് 10 മാസം എടുത്തത്. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് എല്ലാ ചിത്രത്തിനും പോകേണ്ട, നാളെ മുതൽ ഇവിടെ ഷൂട്ടിങ്ങിന് വരണമെന്ന് പറയാമായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. വളരെ ഉദ്ദേശശുദ്ധിയോടുകൂടി തന്നെയാണ് ഈ ചിത്രം എടുത്തിരിക്കുന്നത്. അമ്മയില് 54 പേർക്ക് ഇപ്പൊ ഇതിനകം പെൻഷൻ നൽകി വരുന്നുണ്ട്. ഇനി ഞങ്ങൾ കൈനീട്ടം എന്നാണ് പറയുന്നത്. കൂടാതെ നാടിനെ ബാധിക്കുന്ന ദുരന്ത സമയങ്ങളിലൊക്കെ നമ്മൾ അമ്മേനെ അകമഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്കൊക്കെ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. കാർഗിൽ യുദ്ധം വന്ന സമയത്തും സുനാമി വന്ന സമയത്തൊക്കെ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. കൂടാതെ ഗവൺമെന്റിന് വേണ്ടി ഒരുപാട് ഷോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ അമ്മയിലെ അംഗങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തെ സഹായിക്കാനുള്ള ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവരെയും നമ്മൾ ഇൻഷൂർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അതിന് ഒന്നുകൂടിയും ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അത് 54 പേര് എന്നുള്ളത് 25 വർഷം സിനിമയിൽ നിൽക്കുന്ന എല്ലാവർക്കും കൈനീട്ടം കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഭരണസമിതിയുടെ ആഗ്രഹം. അപ്പൊ അങ്ങനെ വളരെ നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടിയാണ് ഈ ചിത്രമെടുത്തത്. ഇത് ഒരുപക്ഷെ ലോക സിനിമയിൽ തന്നെ, ഒരു പക്ഷേയല്ല, ലോക സിനിമയിൽ തന്നെ ഒരു അത്ഭുതമായിരിക്കും. കാരണം ഒരു സംഘടന സിനിമ എടുക്കുന്ന ആദ്യമായിട്ടാണ്. അതുപോലെ ഒരു ലാംഗ്വേജിലെ എല്ലാ നടന്മാരും അഭിനയിക്കുന്ന ചിത്രവും ആദ്യമായിട്ടാണ്. അമ്മയില് 340 അംഗങ്ങളാണ് ഉള്ളത്. അതില് 80ഓളം അംഗങ്ങൾ ഇതിൽ അഭിനയിച്ചു കഴിഞ്ഞു. അത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. ഇത്രയും ഒരുപാട് താരങ്ങൾ അണിനിരക്കുന്നു. ഇതിലും അപ്പുറം 2020 എന്ത് പുതുമയായിരിക്കും, എന്ത് വ്യത്യസ്തതയായിരിക്കും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക? ഇതിലൊരു വ്യക്തമായ കഥയുണ്ട്. നമുക്ക് അവസാന നിമിഷം വരെ ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയൊരു തിരക്കഥയാണ്. അല്ലാതെ ഒരു എല്ലാ താരങ്ങളെയും അണിനിരത്തിയൊരു ഷോ അല്ല. അതില് വളരെ കൃത്യമായ ക്യാരക്ടേഴ്സാണ് ഓരോ ആർട്ടിസ്റ്റും ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ പടത്തിൽ ഏറ്റവും ചെറിയ കഥാപാത്രം ചെയ്തിരിക്കുന്നത് ഞാനാണ്. പക്ഷെ കഥ പറയുമ്പോൾ എന്റെ ക്യാരക്ടറും കൂടി പറഞ്ഞേ പറ്റുള്ളൂ. അത്രയും ലിങ്ക്ഡ് ആണ് ഈ സിനിമ എന്നെനിക്ക് തോന്നുന്നു. എല്ലാവർക്കും അറിയാം ഇപ്പോൾ 2020യുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, റിലീസിംഗ് തർക്കം, പോസ്റ്റർ പ്രശ്നത്തെ ചൊല്ലി ഫാൻസ് അസോസിയേഷനുകളുടെ പ്രതിഷേധം, അതുപോലെ തന്നെ SMS-ലൂടെ ക്ലൈമാക്സ് പുറത്തായ കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ 2020യുടെ വിജയത്തെ ബാധിക്കുമെന്ന ആശങ്ക ഏതെങ്കിലും തരത്തിൽ അമ്മയ്ക്കുണ്ടോ? ഒരിക്കലുമില്ല. കാരണം എന്താ പറയുക, ഇതിന്റെ ഉദ്ദേശശുദ്ധി സത്യമാണ്. അതിലൊരു നന്മയുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ SMS-ൽ കൂടെ വന്ന കഥയൊന്നുമല്ല സിനിമയിൽ കാണാൻ പോകുന്നത്. അത് ആർക്കോ തോന്നിയൊരു കഥ. അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ട് പോലുമില്ല. കാരണം അതൊക്കെ ഈ സിനിമയുടെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ലോകത്തെ ഏറ്റവും കൂടുതൽ മരിച്ചിട്ടുള്ളൊരു വ്യക്തി ദാസേട്ടനാണ്, യേശുദാസാണ്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് മരിച്ചു എന്ന് പറഞ്ഞാൽ ഓരോ SMS വരും. പക്ഷെ അദ്ദേഹത്തിന്റെ ആയുസ്സിന് കൂടിക്കൊണ്ടിരിക്കും. അതന്നെയാണ് വേണ്ടതും. അതുപോലെ തന്നെ ഈ പടത്തിന്റെയും ആയുസ് വർദ്ധിക്കുകയുള്ളൂ. പിന്നെ ഈ പോസ്റ്റർ വിവാദം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഒരു ആലോചിക്കാത്തൊരു കാര്യമാണ്. ഇത്രയും വലിയ അവർക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അമ്മയുടെ ജനറൽ സെക്രട്ടറിയാണ് ശ്രീ മോഹൻലാൽ. അദ്ദേഹവുമായി സംസാരിക്കാമായിരുന്നു, അദ്ദേഹത്തിന് സംസാരിക്കാമായിരുന്നു. അദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നുള്ള സത്യമാണ്. പക്ഷെ ഇത്രയും വിവാദമാകൊണ്ട് ഒരു പ്രശ്നങ്ങളുമില്ല. പിന്നെ ഇപ്പോ കുംഭകോണം എന്നൊക്കെയാണ് ഈ ടിക്കറ്റ് നിരക്കിനെ കൂട്ടിയെന്ന് പറഞ്ഞത്. മലയാള സിനിമയിൽ ഇതിനു മുമ്പിൽ ഉണ്ടായിട്ടുള്ളതാണ്. രാവണപ്രഭു എന്ന് പറഞ്ഞാൽ ശ്രീ മോഹൻലാലിന്റെ പടത്തിന് പോലും നമ്മൾ ടിക്കറ്റ് റേറ്റ് കൂടുതൽ കൊടുത്തിട്ടാണ്. ശിവാജി തമിഴ് പടം, അവ അതിന് ടിക്കറ്റ് റേറ്റ് കൂടുതൽ കൊടുത്തിട്ടാണ്. അതിന്റെ ബെനിഫിറ്റ് ഗവൺമെന്റിനുണ്ട്. കാരണം ഈ കൂട്ടിയ നിരക്കിന്റെ 36% ഗവൺമെന്റിന് ടാക്സ് കിട്ടുന്നുണ്ട്. അതിന്റെ ഷെയറിന്റെ ഒരു അംശം തിയേറ്ററുകാർക്ക് കിട്ടുന്നുണ്ട്. എല്ലാവർക്കും അതുകൊണ്ട് പ്രയോജനമുണ്ട്. അതങ്ങനെ തീരുമാനം എടുക്കാൻ കാരണം ഉണ്ടായത് ഇത്രയും വലിയൊരു ബഡ്ജറ്റ് വന്ന പടത്തിന് നമ്മളുടെ ഒരു പടം ചെയ്തിട്ട് ദിലീപിന് നഷ്ടം വന്നു എന്ന് പറയരുത്. ദിലീപ് തീർച്ചയായിട്ടും അമ്മയ്ക്ക് തരുന്ന എമൗണ്ടിൽ കൂടുതൽ അത് തരികയും ചെയ്യും. വളരെ നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടിയാണ് ചെയ്തിട്ടുള്ളത്. ഒരു പ്രൊഡ്യൂസറെ സഹായിക്കുക എന്നുള്ളൊരു ചിന്താഗതി കൂടി അതിന്റെ പിന്നിലുണ്ട്. ശ്രീ ഇടവേള ബാബു, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ എല്ലാ താരങ്ങളും കൂടി അണിനിരക്കുമ്പോൾ തന്നെ ഷൂട്ടിംഗ് സെറ്റിലെ ഒരു പ്രത്യേകത എങ്ങനെയായിരിക്കും? അമ്മയുടെ ഒരു പൊതുയോഗം പോലെ തന്നെ ആയിരുന്നില്ലേ ഷൂട്ടിംഗ്? വളരെ രസകരമായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞാലോചിക്കുമ്പോൾ വലിയൊരു സന്തോഷം ഉണ്ടാക്കുന്ന നിമിഷങ്ങളാണ്. കാരണം എല്ലാവരും ഒത്തുകൂടുന്നു. ഇതിലെ ഏറ്റവും മറ്റു ഭാഷയിലെ സംഘടനകൾ അല്ലെങ്കിൽ താരങ്ങളാണ് ഇത് ഞെട്ടിപ്പോയത്. കാരണം ഇത് മലയാളത്തിൽ മാത്രം. കഴിഞ്ഞ ദിവസം തമിഴ് നടികർ സംഘത്തിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒരു പ്രോജക്ടിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ. അപ്പൊ അവര് പറഞ്ഞത് ഞങ്ങൾക്കൊക്കെ ആഗ്രഹിക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ്, നടക്കാത്ത കാര്യം എന്താ പറഞ്ഞത്. മലയാള സിനിമ അത് തെളിയിച്ചു. കാരണം നമ്മളൊരു കൂട്ടായ്മ തെളിയിച്ചു, അമ്മ ഒന്നാണെന്ന് തെളിയിച്ചു. അതിന്റെയൊക്കെ ഒരു വലിയ സന്തോഷത്തിലാണ്. കാരണം ഒരു ചരിത്ര നിമിഷം അല്ലെങ്കിൽ ഒരു വലിയ കുറെ കാലത്തെ അധ്വാനത്തിന്റെ ഒരു
റിസൾട്ട് ഉണ്ടാവാൻ പോവാണ്. അപ്പോ ആ സമയത്ത് ഇങ്ങനെ അപ്പുറത്ത് ഇപ്പുറത്തുനിന്ന് മാറിയെന്ന് ഇത്തരം ഇതൊന്ന് പിന്തിരിയണമെന്നാണ് നമ്മളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എങ്ങനെയാണ് ഇവർ തന്നെ. പ്രത്യേകിച്ച് എക്സിബിറ്റേഴ്സ് അസോസിയേഷനൊക്കെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളാണ്. അവർ പക്ഷെ ഒരു കത്ത് പോലും അമ്മയ്ക്ക് ഇതിനു വേണ്ടി തന്നിട്ടില്ല. അവര് അമ്മയ്ക്ക് തീർച്ചയായിട്ടും ഒരു കത്ത് തന്നെങ്കിൽ നമ്മൾ അവരെ വിളിച്ച് സംസാരിച്ചത് സെറ്റിൽമെന്റ് ആയേനെ. പക്ഷെ അതൊന്നും ചെയ്യാതെ ടിവികൾക്ക് മുമ്പിലും പത്രങ്ങൾക്ക് മുമ്പിലും വന്ന് ഇങ്ങനെ പറയുന്നതിൽ നമുക്ക് വളരെയധികം ദുഃഖമുണ്ട്. കാരണം ഇതൊക്കെ അവര് ഇതുമായി വിഘടിച്ചു നിൽക്കുന്നു എന്ന് പറയുന്നവര് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മനസ്സിലാവും ഇത് അങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മൾ ചെയ്ത് വലിയൊരു തെറ്റായി പോയി എന്ന് അവർക്ക് തന്നെ തോന്നും. കാരണം അത്രയും ഉദ്ദേശശുദ്ധിയുള്ള ഒരു ചിത്രമാണിത്. വളരെ നന്ദി ശ്രീ ഇടവേള ബാബു, ഞങ്ങളുടെ 2020യെ കുറിച്ച് സംസാരിച്ചതിന്. ഈ കൂട്ടായ്മ തീർച്ചയായും നല്ല വിജയം കാണട്ടെ, പ്രേക്ഷകരുടെ പ്രതീക്ഷകളെല്ലാം തന്നെ കാക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ചിത്രത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. 2020 നാളെ തിയേറ്ററുകളിൽ എത്തുകയാണ്. വളരെയധികം നന്ദി ഈ അവസരത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിന്.